അപ്പൊ ചങ്ങന്മാരെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്ത് കുന്നത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ഇവിടെ ഒരു അത്ഭുത ബാലൻ, ഒരു ചെറിയൊരു പയ്യൻ, 7 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയൊരു അത്ഭുത ബാലനെ കാണാൻ വേണ്ടി വന്നതാണ്. അത്ഭുത ബാലൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി നേടിയെടുത്ത അച്ചീവ്മെന്റ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് അഥവാ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ മക്കളൊക്കെ 5ഉം 6ഉം 7ഉം വയസ്സായ മക്കളൊക്കെ സ്ലേറ്റിലും അതുപോലെ തന്നെ നോട്ട്ബുക്കിലും ഒക്കെ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്ന സമയത്ത് ഖുർആൻ എന്ന വലിയ ഗ്രന്ഥം മനഃപ്പാടമാക്കിയ ഒരു അത്ഭുത ബാലൻ. ആ ചെറിയ മകനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ആ കുട്ടി എങ്ങനെയാണ് ആ ഒരു വലിയ സംഭവം നേടിയെടുത്തത് എന്നൊക്കെ അറിയണം. അതേപോലെ തന്നെ ആ കുട്ടിയെ ഈ വഴിയിലേക്ക് നയിച്ച അവരുടെ മാതാപിതാക്കളെ കാണണം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് 7 വയസ്സ്, എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഓർമ്മയിൽ വേറെ ഏറ്റവും ചെറിയ ഹാഫിലായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ. എൻ്റെ അറിവിൽ വേറെ അല്ല. ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. 7 വയസ്സ്, അത് മാത്രമല്ല വെറും 150 ദിവസം കൊണ്ടാണ് ആ കുട്ടി ആ വലിയൊരു സംഭവം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ന് ആ കുട്ടിയുടെ വിശേഷങ്ങളാണ് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അത്ഭുത ബാലനും പിന്നെ കുട്ടിയുടെ വാപ്പയും. ഇക്കാന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അബ്ദുൾ റൌഫ്. അബ്ദുൾ റൌഫ്. മോന്റെ പേര് റയ്യാൻ അഹമ്മദ്. റയ്യാൻ അഹമ്മദ്. മോൻ എവിടെയാണ് പഠിക്കണേ? അവനിപ്പോ പഠിക്കുന്നത് കുത്തുബുസ്സമാൻ എജുലാൻഡ്, മലപ്പുറം മേൽമുറി. മലപ്പുറം മേൽമുറി കുത്തുബുസ്സമാനിലാണ് പഠിക്കുന്നത്. ചുങ്കം. എന്റെ അറിവിൽ, നിങ്ങളുടെ അറിവിൽ ഇത്ര ചെറിയ ഹാഫിദ് വേറെ ഉണ്ടോ? എന്റെ അറിവിലില്ല. ഇല്ല, എന്റെ അറിവിലും ഇല്ല. പിന്നെ 7 വയസ്സ്, ഇപ്പൊ ആ 7 വയസ്സായിട്ടില്ല. 7ാമത്തെ വയസ്സിലാണ്. എത്രാമത്തെ വയസ്സിലാണ്? പിന്നെ 6 വയസ്സിലാണ് അവനോട് പഠിക്കാൻ പോകുന്നത്. 6 വയസ്സിലാണ്. 6.5 വയസ്സിലാണ് പിന്നെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഈ ചെറിയ പ്രായത്തിൽ വീടും അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിട്ട് നിൽക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നോ? അവന് അങ്ങനെ ഫസ്റ്റ് ഒരാഴ്ച ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മള് പാപ്പാനൊക്കെ വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പ്രാവശ്യം ഞാൻ അതുപോലെ വൈകുന്നേരം പോയി കൊണ്ടുവന്നു. ചെറിയൊരു ഇതുണ്ടായപ്പോ ചെറിയ ആളായതുകൊണ്ട് അവിടുന്ന് അവര് ഉസ്താദുമാർ പറഞ്ഞിരുന്നു, അവൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ അവിടുന്ന് വിളിക്കും, ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ചെറിയ മോനാവുമ്പോ അവിടെ പിന്നെ അവിടെ ഉള്ളതില്, കാരണം അവിടെ ശരിക്ക് അവര് എടുക്കുന്നത് പറഞ്ഞാല് 9 വയസ്സ് 10 വയസ്സുള്ള കുട്ടികളെ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചെറു പ്രായത്തിൽ ഇവൻ എടുക്കാനുള്ള കാരണം? അവിടുന്ന് ഇവനെ നമ്മളവിടെ 6.5 വയസ്സിലവിടെ കൊണ്ടു ചെന്നു. നമ്മളിങ്ങനെ നമുക്കിങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ചെന്നപ്പോ അവര് പറഞ്ഞു, നമ്മളിവിടെ മിനിമം 8 വയസ്സെങ്കിലും വേണം, എന്നാലേ ഇവിടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഏതായാലും അവര് പറഞ്ഞു, ഒന്ന് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, എക്സാം ഉണ്ട്, അത് അതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ എക്സാമിലല്ല അവന് ഫസ്റ്റ് ആയി. അതിന് ഫസ്റ്റ് ആയപ്പോ പിന്നെ അവര് അവിടെ എടുക്കാന്നുള്ള ഇതില് ആദ്യം ഈ ഒരു ടച്ച് ഉണ്ടായിരുന്നു. ഖുർആൻ എവിടെ പോയിരുന്നു? ഇവിടെ മദ്രസ പഠിച്ചിരുന്നോ? അല്ലല്ല, ഇവിടെ പരപ്പനങ്ങാടി അൽഫിത്ര എന്ന് പറഞ്ഞ ഒരു ഇതില് സ്ഥാപനത്തില് അങ്ങനെ പഠിച്ചിരുന്നു. അവിടുന്നാണ് സ്റ്റാർട്ടപ്പ്. അവിടുന്നാണ് ഈ ഒരു ടാലന്റ് മനസ്സിലായത്. അങ്ങനെയാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടുന്ന് ഏകദേശം ഒരു ജ്യൂസോളം അവന് ഏകദേശം ഒരു ഇവിടുന്ന് പരപ്പനങ്ങാടി. ഇപ്പൊ ആൾക്ക് പിന്നെ 7 വയസ്സ് പൂർത്തിയായി അല്ലേ? അപ്പൊ ചങ്ങന്മാരെ, വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് പിന്നെ നമ്മളെ ഈ മോന്. എന്തായാലും മോന്റെ കുറച്ച് കിറാഅത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അറിയാം. അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിലും അവന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തിയൊക്കെ പിന്നെ കുറച്ചൊക്കെ അവൻ ചെയ്യും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞാൻ 2 ദിവസം 3 ദിവസം. എത്ര ദിവസം നിൽക്കും അവിടെ മലപ്പുറത്ത് പോയാല്? 1 മാസം കണ്ടിന്യൂസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തിലാകെ 3 ദിവസമാണ് അവിടെ ലീവ് കൊടുക്കുക. പിന്നെ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ 1 മാസം അവിടെ നിൽക്കും, 3 ദിവസം ലീവിന് വിടും. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ ആ ലീവിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി തിങ്കളാഴ്ച തിരിച്ച് പോവാണ്. അപ്പൊ എന്തായാലും പിന്നെ മോന്റെ കയ്യിൽ കൊടുക്കാം. പിന്നെ എന്ത് പറയണു? എന്താ പേരെന്ന് പറഞ്ഞ സ്വയം? റയ്യാൻ അഹമ്മദ്. ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ ഇത്രയും ചെറിയൊരു ഹാഫിദിനെ. എങ്ങനെ അത് പിന്നെ 30 ജുസും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ ചെറിയ പ്രായത്തിൽ കുഞ്ഞു മോനെ, എനിക്കുണ്ട് എൻ്റെ അതേ പ്രായത്തിലൊരു മോനെ. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ചെറു പ്രായത്തിൽ മുസാഫ് മൊത്തം ഖുർആൻ മുഴുവനായിട്ട് കാണപ്പാട് പഠിക്കാറപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ഇത്രയും ചെറിയൊരു ഹാഫിദിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ ഇല്ല എനിക്ക് അറിയില്ല. എങ്ങനെയായിരുന്നു ആ പഠനവും കാര്യങ്ങളും? എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ് പഠനം? ഉഷാറല്ലേ അല്ലേ? ഇപ്പൊ അത്യാവശ്യം എല്ലാം 30 ജുസും മനപ്പാടാണ്. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയോ? ഈ ദൗറ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞോ? അത് കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഹാഫിദായി. പൂർണ്ണമായി ഇനി തജ്വീദിന്റെ നിയമങ്ങളും ദൗറയും അതിന്റെ ശൈലികളൊക്കെ പിന്നെ പഠിക്കാനുണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് അഭിനന്ദനങ്ങൾ. എനിക്ക് എന്തായാലും കുറച്ച് ഖിറാഅത്ത് കേൾക്കണം. ഓക്കെ റയ്യാനെ, നമ്മളെ കാണുന്ന ആൾക്ക് ക്യാമറയുടെ പോലെ ഒരുപാട് ആളുകൾ കാണാനുണ്ട്.
പിന്നെ കുറച്ച് ഖുർആന്റെ കുറച്ച് പിന്നെ വരികൾ ഒന്ന് ഓതണം, കുറച്ച് ആയത്തുകൾ. ഏത് സൂറത്തിലെ ഓതുക? സൂറത്ത് മറിയം. സൂറത്ത് മറിയം. മാഷാ അല്ലാ, നമ്മളൊക്കെ ഈ ഒരു പ്രായത്തില് ഫാത്തിഹ സൂറത്ത് തന്നെ മുഴുവൻ പഠിച്ചിട്ടില്ലല്ലോ നമ്മൾ ഈ പ്രായത്തിലൊന്നും. അപ്പൊ എന്തായാലും പൊന്നുമോൻ ഏതാണ് സൂറത്ത് മറിയം അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. സൂറത്ത് മറിയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാഫ് ഹാ യാ ഐൻ സാദ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. മതി. ഇപ്പൊ തന്നെ എനിക്ക് പിന്നെ ഇതെന്താ ഫുള്ളാവുമെന്ന് എനിക്ക് സ്വയം പേടിയാവും. അപ്പൊ നമ്മളെ സ്വന്തം മക്കളൊക്കെ പാടുന്ന പോലത്തെ ഒരു പിന്നെ എന്താ പാടില്ല, സോറി, ഓതുന പോലെ ഇത് പൂർത്തിയാക്കുന്ന ഒരു പേടി. നിന്റെ കാര്യത്തിൽ എനിക്കത് പേടിയൊന്നുമില്ല. എന്തായാലും ഖുർആൻ മുഴുവൻ മനസ്സിലുള്ള ഒരു മനുഷ്യനാണ്, ചെറിയൊരു മോനാണ്. ഇനി പിന്നെ റഹൂക്ക, ഇനി എന്താണ് പിന്നെ മോന്റെ ഭാവി പരിപാടി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ? ഇനി അവിടെ തന്നെ തുടർന്ന് പഠിക്കുകയാണ്. അവിടെ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാല് അവിടെ വിദ്യാഭ്യാസം ഉണ്ട്. ഇപ്പൊ സ്കൂൾ പഠനമൊക്കെ എങ്ങനെയാണ്? അപ്പൊ അവിടെ തന്നെ നടക്കുന്നുണ്ട്, എല്ലാ സൗകര്യ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതും രണ്ടും പഠനമുണ്ട്. കാരണം ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ടാലന്റ് വരുമ്പോ മെന്റലി, കാരണം ഇത് മനപ്പാടമാക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈ സമയത്ത് അലിഫും ബാവും ആയും ഈ ഒക്കെ എഴുതി പഠിക്കുന്ന കാലമാണ്. അപ്പോഴാണ് ഈ 30 ജ്യൂസും അഥവാ കൂട്ടി വായിക്കാൻ തന്നെ പറ്റാത്തൊരു കാലഘട്ടത്തില്. അപ്പൊ എന്തായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എങ്ങനെ പിന്നെ ശരീഅത്ത് കോളേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ കോളേജ്? അതോ അതെ, അവിടെ എല്ലാം നമ്മള് മതപരമായിട്ടും PG എല്ലാതും ഉണ്ടല്ലേ? അറബിക് കോളേജ് ആ ഒരു ടൈപ്പിൽ അങ്ങനെ പോണതായിരിക്കും. ഓക്കെ. മലപ്പുറം എവിടെ? മലപ്പുറം മേൽമുറി ചുങ്കം. എജുലാൻഡ്. ഓക്കെ. നിങ്ങളെ വീട്ടില് പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും ഈ ഖുർആന്റെ ടച്ച് അല്ലെങ്കിൽ എന്താ പറയാ ഹാഫിദുകൾ ആരെങ്കിലും ഉണ്ടോ? ഇവന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മകളുണ്ട്. അവള് ഇപ്പൊ +1. അപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മാന്റെ ആയിരിക്കും മകൻ ഒരു ഹാഫിളാക്കണമെന്ന് ആഗ്രഹം. സോറി, നിങ്ങൾക്ക് എത്ര മക്കളാണ് ചോദിച്ചില്ല? എനിക്ക് 5 പേര്. 5 പേര്. ആൺകുട്ടികൾ എത്ര? ആൺകുട്ടികൾ ഇവന് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ആൺകുട്ടിയുള്ളൂ? മാഷാ അല്ലാ, അതാണ് ഈ ഹാഫിള്. ഓക്കെ നൈസ്. പിന്നെ ബാക്കിയുള്ളൊക്കെ പെൺകുട്ടികളാണ്. ഇവന്റെ ജ്യേഷ്ഠന്മാരാണോ ജ്യേഷ്ഠത്തികളാണോ അതോ? അല്ല, 2 ജ്യേഷ്ഠത്തി പിന്നെ 2 അനിയത്തി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ വൈഫിന്റെ ജ്യേഷ്ഠത്തിന്റെ മകള് ഹാഫിളാണ്. അപ്പൊ ആ ഒരു താല്പര്യമായിരിക്കും വൈഫിന് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? ആയിക്കോട്ടെ. എനിക്ക് കുറച്ചുകൂടി ഓതി തരുമോ? എനിക്ക് പൂതി തീർന്നില്ല ഓതി കേട്ടിട്ട്. ഏതെങ്കിലും ഒരു സുഹൃത്തോട്ട് പോകാം. അപ്പൊ ഏത് സൂറത്താണ് പോകുന്നത്? ചെറിയൊരു സൂറത്ത് നല്ല അടിപൊളിയായിട്ട് ഷോറായിട്ട്. ആയിക്കോട്ടെ, സൂറത്തുൽ ദുഹ വല്ലൈലി അല്ലേ? അതല്ലേ? ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ ولسوف يؤتيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووضعك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. മാഷാ അല്ലാ, ഇതൊന്നും പറയല്ല. നമ്മൾ വിചാരിക്കും ചെറിയ സൂറത്താണ് എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ പിന്നെ മദ്രസയിലൊക്കെ അറിയാം, 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഹിഫ്ളിൽ വരുന്ന സിലബസിലൊക്കെ വരുന്ന സൂറത്താണത്. അതാണ് നമ്മുടെ വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മളെ പൊന്നുമോന് നമുക്ക് ഓതി കേൾപ്പിച്ചത്.
അപ്പൊ എന്തായാലും പിന്നെ ഒരുപാട് ഉന്നതിയിലെത്തിട്ടെ, പടച്ചോൻ ഒരുപാട് ഉയരങ്ങളിൽ മോനെ എത്തിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ദ്വാരക്കാണ്. ഞാൻ മാത്രമല്ല, നമ്മളെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പ്രത്യേകം ദ്വാരയിൽ ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും എല്ലാവരും ദ്വാരക്കും. ഈ പൊന്നും മോനും വേണ്ടി ഇഷ്ടംപോലെ ആളുകൾക്ക് ദ്വാരക്കാനുണ്ട് ഈ ക്യാമറക്ക് പുറകില്. റൌഫ് ഖാന്റെ ജോലി എന്താണ്? ഞാൻ ഈ വീട് ഇതിന്റെയൊക്കെ ഇന്റീരിയർ വർക്ക്, ഇന്റീരിയർ വർക്ക്, ഇന്റീരിയർ ഗ്ലാസ്, അലുമിനിയം, ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ വർക്ക്, അത് കോൺട്രാക്ട് എടുത്ത് ചെയ്യാം. വർക്കേഴ്സ് വേറുണ്ട്. ഓക്കെ. പിന്നെ ഇത് കറക്റ്റ് പ്രോപ്പർ എവിടെ സ്ഥലം? ഇത് മൂന്നിയൂര് പഞ്ചായത്ത് കുന്നത്തുപറമ്പ് അടുത്ത് നെടുമ്പറമ്പ് പറഞ്ഞ സ്ഥലം. നെടുമ്പറമ്പ് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ നിങ്ങളെ പിന്നെ മക്കൾക്കും ഇവനും അതേപോലെ തന്നെ ഇവന്റെ ഏട്ടത്തിമാരും അനിയത്തിമാരും ഒക്കെ ഒരുപാട് പഠിച്ച് വലിയ ഉന്നതങ്ങളിൽ എത്തട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് എന്നെ കാണുന്ന ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട്